السلام عليكم ورحمة الله وبركاته. تحسنت نفسي بالحي القيوم الذي لا يموت أبدا، ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم. ألف ألف صلاة وألف ألف سلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. صدق الله مولانا العلي العظيم. قال نبينا وسيدنا محمد صلى الله عليه وسلم: طالب الدنيا مؤنث وطالب الآخرة مخنث وطالب المولى مذكر، أو كما قال رسول الله صلى الله عليه وسلم. ഹാദി ഔവൽ മൈദരായി പാടച്ചു വെച്ച മുഹമ്മദാ, ബദറിലും ബദല്ലെങ്കിടും ഒരു കാണുവാൻ വിധിയേകല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله محمد رسول الله. منبرم قطب الزمان سيد علوي തങ്ങളെ ജാഹ് ബറക്കത്ത് കൊണ്ട് കാക്ക് റബ്ബേ ഞങ്ങളെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. തെറ്റ് കുറ്റം മൂത്ത പാപിയുടെ ഖൽബാകത്തെ കുറ്റമില്ലാതാക്കിടണേ മമ്പുറത്തെ മുത്തേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏറ്റവും ബഹുമാനാദരവുള്ള പ്രിയപ്പെട്ട സാദാത്തുക്കൾ, മഹത്തുക്കളായ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുതഅല്ലിം സഹോദരന്മാർ, മറ്റ് രക്ഷിതാക്കൾ, സദസ്സിലൊരുമിച്ച് കൂടിയ സഹോദരന്മാർ, സഹോദരിമാർ, അൽഹംദുലില്ലാഹ് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്തുകൊണ്ടും ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മജ്ലിസിലാണ്. വിശുദ്ധമായ മുഹറം, അർശും കുർസിയും ലൗഹും മഹ്ഫൂളും എല്ലാം സൃഷ്ടിക്കപ്പെട്ട അതിമഹത്തായ ഒരു മാസം. ഒരു മുസ്ലിമിൻ്റെ ഹിജ്രിയ കലണ്ടർ ഉൾക്കൊള്ളുന്ന അതിൻ്റെ തുടക്കം, അതിൻ്റെ പുതുവർഷം. നാളെയും മറ്റന്നാളുമൊക്കെ പ്രത്യേകം നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുള്ള മുഹറം 9-ന്റെയും 10-ന്റെയും ദിവസം, അതിൻ്റെ രാവ്. ലോകത്ത് സയ്യിദുൽ വജൂദ് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഴിച്ചാൽ ഏറ്റവും വലിയ നേതാവാണ് എന്ന ഇത്തിഫാഖ് നിലക്ക് പണ്ഡിതന്മാർ പറഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
ആ മഹാനവറുകളുടെ മൗലിദിന്റെ സദസ്. അതോടൊപ്പം ഖുതുബുസ്സമാൻ മൗലദ് ദവീല അസ്സയ്യിദ് അലവിയിൽ മംഫറമി തങ്ങൾ അനുസ്മരിക്കുന്ന സദസ്. ഇങ്ങനെ എന്തുകൊണ്ടും മഹത്വമുള്ള ഒരു വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ നമ്മെയും നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് ഒരല്പ ചില കാര്യങ്ങൾ മാത്രം ഖുതുബുസ്സമാൻ മൗലദ് ദവീല തങ്ങളെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 31ാമത്തെ പേരമകനാണ് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മൗലദ് ദവീല തങ്ങൾ. അവിടുത്തെ 187ാമത്തെ ഉർസ് മുബാറക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 10,000കണക്കിന് ജനങ്ങളാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ അവിടെ തിങ്ങിക്കൂടിയിട്ടുള്ളത്. അവിടുത്തെ ഭക്ഷണം ബറക്കത്തിന് വേണ്ടി ഇന്നലെ ലഭിക്കാൻ വേണ്ടി എത്ര നീണ്ട വരികളാണ് അവിടെ കണ്ടത്. ജനങ്ങളൊക്കെ അവിടുത്തെ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി ആ ഭക്ഷണത്തിന് വേണ്ടി ലൈന് നിന്ന് എത്രയോ സമയമെടുത്തിട്ടാണ് അത് കൈപ്പറ്റുന്നത്. ഖുതുബുസ്സമാൻ മൗലദ് ദവീല തങ്ങൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ ചിന്തിക്കുമ്പോൾ അവര് വലിയ മഹാനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, ഒരാള് മഹാനാകൽ 2 നിലക്ക്. ഒന്ന് ദാത്തിയായ ഷറഫ്, മറ്റൊന്ന് കിസ്ബിയായ ഷറഫ്. പ്രസവിക്കപ്പെടുമ്പോൾ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയായി 31ാമത്തെ മകനായി ജനിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നത് അവിടുത്തെ വലിയൊരു മഹത്വം. ഒരു സയ്യിദാവുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. എത്ര അധ്വാനിച്ചാലും കിട്ടാത്തതാണ് സയ്യിദാവുക എന്നുള്ളത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ബീവി ഫാത്തിമയിലൂടെ ഹസൻ ഹുസൈൻ എന്നിവരുടെ പരമ്പരയിലൂടെ ബഹുമാനപ്പെട്ടവർ ഫഖീഹുൽ മുഖദ്ദം മുഹമ്മദ് ബിൻ അലി ബഅലവി തങ്ങളിലേക്ക് എത്തിപ്പെടുകയാണ്. ഫഖീഹുൽ മുഖദ്ദമിന്റെ ഉപ്പ സാഹിബുൽ മിർബാത്ത് ഒമാനിൽ മദീന മിർബാത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ആ മഹാനവറുകൾ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയാണ് ഒമാനിൽ എത്തിയിട്ടുള്ളത്. അവിടുത്തെ പരമ്പരയിൽ അവിടുത്തെ മകനായ മുഹമ്മദ് ബിൻ അലി ബഅലവി തങ്ങളാണ് ഇവിടെ കാണുന്ന എല്ലാ ബഅലവി സാദാത്തിന്റെയും ഉപ്പാപ്പ. കേരളക്കരയിലുള്ളത് അധിക സാദാത്തുക്കളും ബഅലവികളാണ്. കുറഞ്ഞ ആളുകൾ ബുഖാരിയും മറ്റൊക്കെയുണ്ട്. ബാക്കി അധികവും യഥാർത്ഥത്തിൽ ബഅലവി സാദാത്തുക്കളാണ്. നമ്മളൊക്കെ സുന്നികളാണ്, ഹദ്ദാദ് ചെല്ലാറുണ്ട്. ആ ഹദ്ദാദ് ചെല്ലുമ്പോൾ രണ്ടാമത് നമ്മൾ ഓതുന്ന ഫാത്തിഹ ഫഖീഹുൽ മുഖദ്ദം മുഹമ്മദ് ബിൻ അലി ബഅലവി തങ്ങൾക്കാണ്. അള്ളാഹു വലിയ പവർ കൊടുത്ത ആളാണ് മുഹമ്മദ് ബിൻ അലി ബഅലവി തങ്ങൾ. നമ്മുടെ നാട്ടുകാർക്ക് ഹദ്ദാദിലൊരു ഫാത്തിഹയിൽ ഒതുക്കലാണ് നമ്മൾ ചെയ്യാറ് എന്നല്ലാതെ വേറെ അവിടുത്തെ ഉറൂസിലോ മറ്റൊന്നും നമ്മുടെ നാട്ടിൽ നടപ്പില്ല എന്ന് മാത്രം. എന്നാ മിക്ക ആളുകളും ബഅലവി ത്വരീഖത്തിന്റെ അഹ്ലുകാരാണ്. മഹാനാകുന്ന ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദിനെ ഒരിക്കൽ സന്ദർശിക്കാൻ ചെന്നപ്പോ അവിടെ നിന്ന് പറഞ്ഞു, ചെറിയ മുണ്ടം കുഞ്ഞിപ്പോക്കർ മുസ്ലിയാര് സാധാരണ 4 ത്വരീഖിന്റെ സിൽസില ഒന്നിച്ചാണ് കൊടുക്കാറുള്ളത്. പക്ഷെ എനിക്ക് ബഅലവി മാത്രം തന്നിട്ടുണ്ട്. അത് ഞാനിങ്ങനെ ഇൽമിട്ട് ശുഗലാകുന്ന ഒരാളായതുകൊണ്ട് കുറെ ചൊല്ലി പറയാനൊന്നും സമയം ഉണ്ടാകൂല എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും എനിക്ക് മാത്രം അത് തന്നത്. അവര് വരെ ബഅലവി ത്വരീഖിന്റെ കുഞ്ഞിപ്പോക്കർ മുസ്ലിയാർ ശൈഖുൽ മശായിഖ് ചെറിയ മുണ്ടത്തിന്റെ അവിടുത്തെ മുരീദാണ്. ഈ അടുത്ത് നമ്മുടെ മജ്ലിസുകളിലൊക്കെ വരാറുള്ള ശൈഖി വമുർഷിദി ഹബീബ് ഉമർ ബിൻ ഹഫീദ്, അല്ലാഹു തആല അവിടുത്തെ ദറജയും പവറും അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. മഹാനവറുകള് സാദാത്ത് ബഅലവിയിൽപ്പെട്ട ആളാണ്. ഫഖീഹുൽ മുഖദ്ദം അന്ത്യവിശ്രമം കൊള്ളുന്ന ഹളറമൗത്ത് ജില്ലയിൽ തെരീമിൽ സമ്പൽ മഖാമിലാണ് അവിടുത്തെ ഉപ്പാപ്പമാർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഫഖീഹുൽ മുഖദ്ദമും അവിടെ തന്നെയാണ് ഉള്ളത്.
അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ അവിടെയാണുള്ളത്, അബ്ദുറഹ്മാൻ സഖാഫ് തങ്ങൾ അവിടെയാണുള്ളത്, ഉമറുൽ മുഹ്ലാർ തങ്ങൾ അവിടെയാണുള്ളത്, അബൂബക്കർ ബിൻ സാലം തങ്ങൾ അവിടുത്തതാകുന്ന കുറച്ചപ്പുറത്ത് മറ്റൊരു മഖ്ബറയിലാണ് ഉള്ളത്. ഇങ്ങനെ 1000-ഓളം വലിയ ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മസാറാണ് ജംബൽ മഖാം. ആ ജംബൽ മഖാമിൽ ഫഖീഹുൽ മുഖദ്ദമും അവിടുത്തെ തൊട്ടച്ചാരത്ത് ബഹുമാനപ്പെട്ട സയ്യിദി അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളും അതിന്റെ അപ്പുറത്ത് മുഹമ്മദുൽ ജമലുല്ലൈഹി തങ്ങളും അബ്ദുറഹ്മാൻ സഖാഫ് തങ്ങളും ഒക്കെ കിടക്കുന്നു. ആ മഖാമിലുള്ള ഉപ്പാപ്പമാരിൽ നിന്ന് ജനിച്ച് വളർന്ന് പന്തലിച്ച് 17 വയസ്സായപ്പോഴേക്കും ഒരുപാട് ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്രത്തിന്റെ കിതാബുകളൊക്കെ കാണാതെ പഠിച്ച് ഒരു വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമ നമ്മുടെ കേരളക്കരയിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി കടന്നു വരികയായിരുന്നു. സുബ്ഹാനല്ലാഹ്, അത് നമുക്ക് അല്ലാഹു ചെയ്ത വലിയ ഒരു നിഅ്മത്താണ്, വലിയൊരു നിഅ്മത്താണ് മഹാനവറുകൾ നമ്മിലേക്ക് കടന്നു വന്നത്. അതിന്റെ മുമ്പും ഹളറമൗത്തിൽ നിന്ന് പലരും ഇവിടെ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മമ്പറം തങ്ങളുപ്പാപ്പന്റെ തൊട്ടപ്പുറത്ത് പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്നത് ബഹുമാനപ്പെട്ട ഹസനുൽ ജിഫ്രി തങ്ങൾ അതിന്റെ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഹസനുൽ ജിഫ്രി തങ്ങളുടെ മകൾ ഫാത്തിമയെയാണ് ബഹുമാനപ്പെട്ടതാകുന്ന തങ്ങൾ കല്യാണം കഴിച്ചിട്ടുള്ളത്. അത് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ തങ്ങളുടെ ചെറിയ അമ്മാവനാണ്. അവരെ ജ്യേഷ്ഠനാണ് കോഴിക്കോട് ജിഫ്രി ഹൗസിൽ കിടക്കുന്ന ഷെയ്ഖ് ജിഫ്രി തങ്ങൾ. ഷെയ്ഖ് ജിഫ്രി തങ്ങളുടെ മുമ്പ് വഫാത്തായിട്ടുണ്ട് ചെറിയ അമ്മാവൻ ബഹുമാനപ്പെട്ട ഹസനുൽ ജിഫ്രി തങ്ങൾ. അതുകൊണ്ട് തന്നെ 17 വയസ്സായപ്പോ ഈ 2 അമ്മാവന്മാരെ ഒന്ന് കാണണം, വലിയ അമ്മാവന്റെ ക്ഷണവും സ്വീകരിച്ചിട്ടാണ് ഖുതുബുസ്സമാൻ മൗലദ് തങ്ങൾ ഹളറമൗത്തിൽ നിന്ന് നമ്മുടെ കേരളക്കരയിലേക്ക് വന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, ആദ്യമായി കേരളക്കരയിൽ വന്ന് മമ്പറത്ത് കോഴിക്കോട് വന്നിറങ്ങി അവിടുന്ന് മമ്പറത്തേക്ക് കടന്നു വന്നപ്പോ ആ മഖാം ഹസനുൽ ജിഫ്രി തങ്ങളുടെ ചെറിയ മഖാമാണ്, അത് പൂട്ടിയിട്ടുണ്ട്. അതിന്റെ താക്കോല് ആ മഹാനവറുകളുടെ മകളായ ബീവി ഫാത്തിമ എന്ന് പറയുന്ന ആ ബീത്താത്ത കുട്ടിന്റെ കയ്യിലാണ് ചാവി താക്കോലുള്ളത്. മഖാമിന്റെ അടുത്ത് വന്നു. 17കാരനായ ചെറുപ്പക്കാരനായ സുമുഖനായ സുന്ദരനായ മമ്പറം തങ്ങളുപ്പാപ്പ പറഞ്ഞു, എനിക്ക് മഖാമിന്റെ ഉള്ളിലേക്ക് കയറണം, അത് പൂട്ടിയല്ലേ, താക്കോല് ആര് തരും? താക്കോല് ബീത്താത്ത കുട്ടിന്റെ അടുത്താണുള്ളത്, അത് കിട്ടൂലേ? ചോദിച്ചു നോക്കാം. കൂടെയുള്ള ചില ഖാദിമുകൾ ആ ബീത്താത്ത കുട്ടിന്റെ ഹളറത്തിൽ ചെന്നുകൊണ്ട് യമനിൽ നിന്ന് ഹളറമൗത്തിൽ നിന്നൊരു തങ്ങൾ കുട്ടി വന്നിട്ടുണ്ട്, അവര് മഖാമിന്റെ താക്കോല് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ബീത്താത്ത കുട്ടി കുറച്ച് സ്ട്രോങ് ആയി നിന്നിട്ട് പറഞ്ഞു, ഏതാപ്പാ തങ്ങള്? ഹളറമൗത്ത് എന്ന് വന്ന തങ്ങൾ ഏതാണ്? ഹളറമൗത്ത് എന്ന് വന്ന തങ്ങൾ സയ്യിദ് അലവി ആവാനാ സാധ്യത. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്റെ ഭർത്താവാണ്, എന്റെ ഉപ്പ വഫാത്താകുന്നതിന് മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്. സയ്യിദ് അലവി ആണെങ്കിൽ മഖാമിന്റെ ഉള്ളിലേക്ക് മൂപ്പര് കയറിക്കോളും, മൂപ്പർക്ക് താക്കോലിന്റെ ആവശ്യമില്ല. അല്ല, സയ്യിദ് അലവി അല്ലെങ്കിൽ പുറത്തുനിന്ന് സിയാറത്ത് ചെയ്ത് പോയിക്കോട്ടെ, വേറെ ഇപ്പൊ ഉള്ളിൽ കയറണം, നാളെ നേരം വെളുക്കുമ്പോ പിന്നെ വരാൻ പറ എന്ന് പറഞ്ഞു. ഇത് കേട്ട് നിരാശപ്പെട്ടവർ തിരിച്ചു വരുമ്പോ മഹാനായ ഖുതുബുസ്സമാൻ തങ്ങൾ മഖാമിന്റെ ഉള്ളിൽ നിന്ന് സിയാറത്ത് ചെയ്ത് പുറത്തേക്ക് വരുന്ന രംഗമാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. വലിയ പണ്ഡിതനാണ്, അല്ലാഹു തആല എല്ലാ അർത്ഥത്തിലും വലിയ പവർ കൊടുത്ത മഹാനാണ്. സുബ്ഹാനല്ലാഹ്, ഇവിടെ മഹാനവറുകൾ കേരളത്തിൽ വരുമ്പോ ഇവിടെ പ്രധാനപ്പെട്ട ചില പണ്ഡിതന്മാരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ഉമർ ഖാദി ബിലങ്കുത്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. വലിയ മല പോലത്തെ പണ്ഡിതനാണ്. ഉമർ ഖാദി എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വല്ലാത്തൊരു പണ്ഡിതനാണ്. ഉമർ ഖാദിയുടെ വാക്കിന് വല്ലാത്തൊരു വിലയാണ് മലബാരികൾ കണക്കാക്കിയിട്ടുള്ളത്. ആ ഉമർ ഖാദി ബിലങ്കുത്തിയും അതുപോലെ പരപ്പനങ്ങാടിയിൽ ഔക്കോയ മുസ്ലിയാരും തിരൂരങ്ങാടി ഖാദിയായ അലി ബിൻ മുഹമ്മദ് അലിയുൽ ജസിരി എന്ന് പറയുന്ന മൂപ്പരും ഇങ്ങനെയുള്ള ചില പണ്ഡിതന്മാർ ഇവിടെ മലബാറിൽ പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ടൈമാണ്. എല്ലാവരും പത്തിമടക്കി. ഖുതുബുസ്സമാൻ ആണല്ലോ, അവിടത്തെ മുമ്പിൽ എല്ലാവരും കീഴ്പ്പെട്ടു. ഉമർ ഖാദി ബിലങ്കുത്തി ഒരിക്കൽ മമ്പറത്തെ പാപ്പനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു.
മഹാനാകുന്ന തങ്ങളുപ്പാപ്പ അന്ന് വാതില് പൂട്ടിയിട്ടുണ്ട്, തുറന്നു കൊടുത്തില്ല. വെളിയങ്കോടിന് രണ്ടാമത് പിന്നെയും വന്നു, അന്നും വാതില് തുറന്നു കൊടുത്തില്ല. മൂന്നാമത് വന്നു, അന്നും വാതില് തുറന്നു കൊടുത്തില്ല. ഉമർ ഖാദി ബിലങ്കൂത്തിക്ക് ചെറിയൊരു ദേഷ്യം വന്ന് മഹാനവറുകൾ പറഞ്ഞുപോയി, ഇതിലും വലിയ വാതിലൊക്കെ എവിടെ പോയാലും തുറക്കാറുണ്ട്, ഇതെന്താണ് ഇങ്ങനെ തുറക്കാത്തൊരു വാതില് എന്ന് പറഞ്ഞു. ശരിയാണ്, മഹാനവറുകൾ പോയിട്ട് മുത്തുനബിന്റെ വാതിൽ വരെ തുറന്നു കൊടുത്തിട്ടുണ്ട്. അത്ര വലിയ ഉമർ ഖാദി വന്നപ്പോ ഈ വാതിൽ തുറന്നു കൊടുക്കണില്ല. ഉപ്പാപ്പ വരെ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ട്, പിന്നെ പേരക്കുട്ടിക്ക് എന്താ എത്ര പ്രശ്നം? ഈ നിലക്ക് ചോദിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ഉമർ ഖാദി തങ്ങൾ അത് പറഞ്ഞ് തിരിച്ചു പോകുകയും വെളിയങ്കോട് എത്തിയപ്പോ ഉമർ ഖാദി ബിലങ്കൂത്തിയുടെ സകല ഇൽമും മറന്നുപോയി. ഇതേ പഠിച്ച ഇൽമൊക്കെ മറന്നുപോയി. ആരാ ഉമർ ഖാദി? നിങ്ങൾക്ക് അറിയോ? നമ്മളൊക്കെ ഉസ്താദുമാരുടെ സിൽസിലെത്തുന്നത് ബഹുമാനപ്പെട്ട ഉമർ ഖാദി ബിലങ്കൂത്തിയിലേക്കാണ്. നമ്മളൊക്കെ ഉസ്താദുമാരുടെ പരമ്പര സുബ്ഹാനല്ലാഹ് അതൊക്കെ എത്തിപ്പെടുന്നത് ബഹുമാനപ്പെട്ട ഉമർ ഖാദി ബിലങ്കൂത്തിയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഉമർ ഖാദി ബിലങ്കൂത്തിയുടെ ഇൽമൊക്കെ അല്ലാഹു തആല മായ്ച്ചു കളഞ്ഞു. മഹാനവറുകൾ വല്ലാതെ വേദനിച്ച് തിരിച്ച് മമ്പറത്തേക്ക് തന്നെ വരികയാണ്. ഇത് മമ്പറം തങ്ങളെ കറാമത്ത് കൊണ്ട് സംഭവിച്ചതാണെന്ന് മഹാനവറുകൾക്ക് ഉറപ്പുള്ളത് കൊണ്ട് മമ്പറത്തേക്ക് തന്നെ തിരിച്ചു വന്നപ്പോ മമ്പറത്തപ്പാപ്പന്റെ വാതിൽ തുറന്നു കിടക്കണം. നാലാമത്തെ തവണ വന്നപ്പോ ഉമർ ഖാദി തങ്ങളെ ഉള്ളിലേക്ക് കയറ്റി ആലിംഗനം ചെയ്തു. ആ ഇൽമു മുഴുവനും തങ്ങൾ തിരിച്ചു കൊടുത്തു. അപ്പൊ ഒന്ന് പഠിപ്പിച്ചതാണ്. കുത്തുബാവുമ്പോ അങ്ങനെയാണ്, എല്ലാ പത്തിയും മുറിക്കും, എല്ലാരും ഒന്ന് കീഴ്പ്പെടുത്തും. അതിനാണ് കുത്തുബ് എന്ന് പറയാ. അപ്പൊ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കുത്തുബ് എന്ന് പറഞ്ഞാലും അൽ കുത്തുബ്, അൽ ഗൗസ് എന്നൊക്കെ പറഞ്ഞത് മുത്തറാദിഫാനിയാണ്, ഒരുപോലത്തെ ലഫ്ളുകളാണ്, വചനങ്ങളാണ്. അവരൊന്നേ ഉണ്ടാകും, അതിന്റെ താഴെ പല കുത്തുബുകൾ ഉണ്ടാകാം. കുത്തുബ് 60 ചില്ലാനം വരുന്ന കുത്തുബുകൾ ഉണ്ടാകാമെന്ന് മശായിഖന്മാർ പലയിടത്തും എഴുതിയിട്ടുണ്ട്. റിസാലത്തുൽ ഖുശൈരിയുടെ ശറഹ് അടക്കം പലയിടത്തുമുണ്ട്. അപ്പൊ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ബഹുമാനപ്പെട്ടതാകുന്ന ഖുതുബുസ്സമാൻ മൗലദ് ദവീല റളിയല്ലാഹു തആല അൻഹു, സുബ്ഹാനല്ലാഹ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുഹമ്മദ് ബിൻ അലി ബിൻ മുഹമ്മദ് അൽ ജസിരി എന്ന് പറയുന്ന ആ മഹാനവറുകളുടെ മഖ്ബറയാണ്. വലിയ പള്ളിന്റെ തൊട്ട മുമ്പിൽ കാണുന്ന ഒരു ഓടിട്ട പഴയ മഖാം കാണാം. ആ മഖാമിന്റെ ഉള്ളിൽ കയറിയാൽ അതിന്റെ ഉള്ളിൽ കെട്ടി നന്നാക്കിയ ഒരു മഖാം കാണാം. അതാണ് ഈ തിരുരങ്ങാടി ഖാദിയുടെ ഖബർ. അവിടെ മുമ്പ് സാദാത്ത് ആലു ഹബഷി എന്ന് എഴുതിയിരുന്നു. ഇപ്പൊ അതില്ല. മായ്ക്കാൻ കാരണം എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാദാത്ത് ആലുൽ ഹബഷി എന്നവിടെ എഴുതാനുണ്ടായ കാരണം ഈ ജസിരി ദ്വീപുകാരനാണ്. മഹാനവറുകൾ സയ്യിദ് അല്ല, വലിയ മഹാനാണ്. പക്ഷേ മഹാനവറുകൾ സയ്യിദ് അല്ല. പക്ഷെ അവിടുത്തെ മകളെ ആല് ഹബഷ കബീലപ്പെട്ടതാകുന്ന ഒരു സയ്യിദിനെ കൊണ്ട് വിവാഹം ചെയ്ത് കൊടുക്കുകയും അവരുടെ മക്കൾ പിന്നീട് വലിയ 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 ആളുകളായി വന്നു. പേരക്കുട്ടികൾ സയ്യിദന്മാരായി. പേരക്കുട്ടികൾ സയ്യിദന്മാരായപ്പോ അവരാണ് പിന്നീട് ആ മഖ്ബറ കെട്ടി നന്നാക്കി അത് റൂമാക്കി തിരിക്കുകയും അവരിൽ പലരുടെയും ഖബർ അതിലുള്ളത് കൊണ്ട് അവരെഴുതിയ പേരാണ് സാദാത്തു ആൽ ഹബഷി എന്ന് എഴുതിയിട്ടുള്ളത്. ഇരിക്കട്ടെ, ഞാൻ ഓരോന്ന് വിശദീകരിക്കുകയല്ല. ഈ തിരുരങ്ങാടി ഖാദിയാണ്, നിങ്ങൾക്കൊക്കെ അറിയുന്ന ചരിത്രമാണ്. ബഹുമാനപ്പെട്ട മമ്പറം തങ്ങൾ ഉപ്പാപ്പ അദ്ദേഹത്തിനെ തുടർന്നിട്ട് ജുമുഅക്ക് നിസ്കരിച്ചിട്ട് കൈ അയച്ചു പോയ സംഭവമല്ലേ, അത് ഈ ഖാദിയെ ചരിത്രമാണ്. ആ സമയത്ത് മൂപ്പരും ബഹുമാനപ്പെട്ട മമ്പറം തങ്ങൾ ഉപ്പാപ്പന്റെ മുരീദാവുകയാണ്. എന്റെ ഖൽബ് നിസ്കാരത്തിലുള്ളത് വരെ അറിഞ്ഞ തങ്ങൾ എന്നെ തെർബിയത്ത് ചെയ്യാൻ മാത്രം പറ്റുമെന്ന് ബോധ്യപ്പെട്ടപ്പോ ആ തിരുരങ്ങാടി ഖാദി കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ പൊന്നാനി മക്കയാണ്, തിരുരങ്ങാടി മദീനയാണ്. പഴമക്കാര് വരെ കണ്ടുപോകുന്നത് അങ്ങനെയാണ്. ഈ രണ്ട് ഭാഗത്തുള്ള ആലിമീങ്ങളും എന്നല്ല കേരളത്തിന്റെയും പുറത്തുമുള്ള നിരവധി പണ്ഡിതന്മാർ മമ്പറം ഖുതുബുസ്സമാനിന്റെ ശിഷ്യന്മാരായി അവിടുത്തെ പിന്നാലെ നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ കൂടുതൽ നീട്ടുകയല്ല. ഖുതുബുസ്സമാൻ മൗലദ് ദവീല റളിയല്ലാഹു അൻഹുമായി നമുക്ക് വേറെയും പല കടപ്പാടുകളും നമുക്കുണ്ട്. ഭൗതികമായി തന്നെ ഒരുപാട് കടപ്പാടുകൾ ബഹുമാനപ്പെട്ടവരോട് നമുക്കുണ്ട്. നമ്മുടെ നാട്
ബ്രിട്ടീഷ് കാട്ടാളന്മാർ വന്ന് കൈയടക്കുകയും മുസ്ലിമീങ്ങളെ അന്തമാൻ ദ്വീപിലേക്ക് ഇവിടുന്ന് അവര് കയറടത്തി വിടുകയും ചെയ്യുമ്പോ സുബ്ഹാനല്ലാഹ് ചരക്ക് കൊണ്ടുപോകുന്ന ട്രെയിനുകളിൽ ഗുഡ്സ് വണ്ടികളിൽ കയറ്റി ശ്വാസം കിട്ടാതെ വെള്ളം കിട്ടാതെ ഭക്ഷണം ലഭിക്കാതെ ഈ രൂപത്തിൽ അവരെ ദിവസങ്ങളോളം അതിന്റെ ഉള്ളിലിട്ട് പൂട്ടിക്കൊണ്ട് കൊണ്ടുപോകുമ്പോ അവരെ തള്ളി തള്ളി കയറ്റി അങ്ങോട്ട് പറഞ്ഞു വിടുമ്പോ ഒരു ശ്വാസത്തിന് വേണ്ടി ചെറിയ ഹോളുകൾ ആണി ഊരിപ്പോയ ഹോളുകളിലേക്ക് മൂക്ക് വെച്ചിട്ട് അവര് ശ്വസിക്കേണ്ട ഗതി വരെ വന്നിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ കാണാം. വെള്ളം കിട്ടാത്തത് കൊണ്ട് ഉള്ള മൂത്രമൊഴിച്ചിട്ട് അത് കുടിച്ചിട്ടുണ്ട് എന്ന് കാണാം. ഈ രൂപത്തിലൊക്കെ എത്രയോ മുഅ്മിനീങ്ങളെ സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഫദ്ൽ തങ്ങൾ അവിടുത്തെ മകനാണ്. ഫദ്ൽ ഇബ്നു അലവിയിൽ മൗലദ് ദബീല തങ്ങൾ അവിടുത്തെ മകനാണ്. ആ മകനെ വരെ അന്തമാൻ ദ്വീപിലേക്ക് അവിടുന്ന് നാട് കടത്തുകയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സാദാത്തുക്കളെയും ഉലമാക്കളെയും ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാർ, ഒരുപാട് സൂഫികൾ, ഒരുപാട് നല്ല നല്ല മുസ്ലിം മനുഷ്യരെ കഷ്ടപ്പെട്ട് പെടുത്തിയ സമയത്ത് ഇവിടെ വാളെടുത്തിറങ്ങിയിട്ട് ബഹുമാനപ്പെട്ട മമ്പറം തങ്ങൾ ഉപ്പാപ്പ അവരുമായി കൊണ്ട് സന്ധില്ല സമരം നടത്തിക്കൊണ്ടാണ് ആ ബ്രിട്ടീഷുകാരെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഓട്ടാൻ വേണ്ടി ശ്രമിച്ചത്. നമുക്കറിയാലോ, ഒരുപാട് പടകൾ ബഹുമാനപ്പെട്ടവര് കാച്ചടിയിൽ നടന്ന പടയും ചെറൂർ ശുഹദായിന്റെ പടയും വെന്നിയൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നിരവധി ശുഹദാക്കൾ, ആ പടകളൊക്കെ നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട മുട്ടിയാറ ശുഹദായിന്റെ പടയും ഇതിനൊക്കെ നേതൃത്വം നൽകിയത് ഖുത്ബുസ്സമാൻ മൗലദ് ദവീല തങ്ങൾ ഉപ്പാപ്പയാണ്. അല്ലാഹ് അവിടുത്തെ ദറജ എത്ര വലിയ ദറജയാണ്. അവിടുന്ന് നമുക്ക് തന്നതാകുന്ന ആത്മീയത എത്രമാത്രം വലുതാണ്, മറക്കാൻ കഴിയാത്തതാണ്. ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ മൗലദ് ദവീല റളിയല്ലാഹു തആല അൻഹുവിനെ ഭൗതികമായും അഭൗതികമായും നമ്മൾ സ്നേഹിക്കാൻ കടപ്പെട്ടവരാണെന്ന് അവിടുത്തെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായും ആ മഹാനാകുന്ന ഖുത്ബുസ്സമാൻ മൗലദ് ദവീല റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് എത്ര പറഞ്ഞാലും തീരില്ല. അനവധി കറാമത്തുകളുണ്ട്, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. അവിടുത്തെ ശിഷ്യന്മാരായി ഇവിടെ നമ്മുടെ കേരളക്കരയിൽ കാണുന്ന ഒട്ടനവധി ഔലിയാക്കൾ വരെ അവിടുത്തെ ഖിദ്മയിൽ ജീവിച്ചിട്ടുണ്ട്. എല്ലാവർക്കും മഹാനവറുകൾ നേതൃത്വം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ കൽപ്പകഞ്ചേരിക്കടുത്ത് മാമ്പ്ര മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് കോയത്തങ്ങൾ എന്ന് പറയുന്ന മഹാനായ മുഹമ്മദുൽ മദീനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മാമ്പ്ര മഖാമിനെ കുറിച്ച് ചരിത്രം പലർക്കും ചില പറഞ്ഞു പോകില്ല. ബഹുമാനപ്പെട്ടതാകുന്ന തങ്ങളാണ് ഒരിക്കൽ മദീനയിൽ നിന്ന് കേരളക്കരയിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി അദ്ദേഹം ഉൾപ്പെടുന്ന 12 ആളുകൾ ഒരു പായ്ക്കപ്പലിൽ വരുമ്പോ കപ്പല് മുങ്ങാൻ പോകുന്ന സമയം ആ കപ്പലിന് ദിശ അറിയാതെ വന്നപ്പോ മമ്പറം തങ്ങൾ പാപ്പനെ വിളിച്ചപ്പോ അതാ അവിടുത്തെ ഒരു മുരീദിനെ വിളിച്ച് ആ കാണുന്ന വലിയ തെങ്ങിന്റെ മുകളിൽ കയറി ചൂട്ട് കത്തിച്ച് കാണിച്ചു കൊടുക്കണം. ഒരു പാർട്ടികൾ വരുന്നുണ്ട്, ഒരു യാത്രക്കാർ വരുന്നുണ്ട്, അവര് വിഷമിക്കുന്നുണ്ട്, ദിശ അറിയാതെ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവര് ചൂട്ട് കാണിച്ചു കൊടുത്തത് ആ 12 ആളുകളുടെ ക്യാപ്റ്റനായി നേതാവായി അവർക്ക് വന്ന ആളാണ് ഇന്ന് മാമ്പ്രയിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദുൽ മദീനി തങ്ങൾ. അവർക്ക് 3 മഖാമുണ്ട്. ഒന്ന് പാലക്കാട് ലക്കിടിയിലുണ്ട്, ഒന്ന് താനാളൂരുണ്ട്, 3 സ്ഥലത്തും കാട്ടിലപ്പാപ്പ എന്നാണ് അവരെ കുറിച്ച് പറയാറുള്ളത്. ഈ 3 കാട്ടിലും മഹാനവറുകൾ താമസിച്ചിട്ടുണ്ട്. വഫാത്തായത് ലക്കിടിയിൽ നിന്നാണ്. എന്നിട്ട് അവിടുത്തെ ജനാസ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 3 സ്ഥലത്തും ഉണ്ടെന്നാണ് ആരിഫീങ്ങൾ വാദിക്കുന്നത്. അവിടുത്തെ മദദുൻ നസ്റും പൊരുത്തവും കിട്ടാൻ 3 സ്ഥലത്ത് പോയാലും ലഭിക്കുമെന്നാണ് ആരിഫീങ്ങൾ പഠിപ്പിക്കുന്നത്. ഇരിക്കട്ടെ, ഞാൻ വിശാലമായി പറയുകയല്ല. ഇങ്ങനെ എത്ര ആളുകൾ കുറച്ചുകൂടി അപ്പുറത്ത് പോയാൽ പുതിയങ്ങാടിയിൽ കിടക്കുന്നു യാഹു അബ്ദുൽ ഖാദർ തങ്ങൾ. മമ്പറം തങ്ങളുടെ കാലഘട്ടക്കാരനാണ്. സുബ്ഹാനല്ലാഹ്. മമ്പറം തങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ഒരിക്കൽ കടലുണ്ടിപ്പുഴയിൽ നിന്ന് ഒരു മയ്യത്തൊലിച്ച് വരുന്നത് പോലെ, അവിടുത്തെ കറാമത്ത് കൊണ്ട് മയ്യത്തൊലിച്ച് വരുന്നത് പോലെ ഈ പുഴയിലൂടെ ഒലിച്ചു വരികയാണ്. മമ്പറം തങ്ങൾ ചിരിക്കുകയാണ്. മമ്പറം തങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി വരികയാണ്. തങ്ങളുപ്പാപ്പ വിളിച്ചിട്ട് പറഞ്ഞു, പുഴയിൽ കൂടി ഒരു മയ്യത്ത് വരുന്നുണ്ട്, അത് നിങ്ങളവിടെ പോയി നിൽക്കണം, അതിനെടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ആ സമയത്ത് മുരീദന്മാര് മമ്പറത്തെ പോയതിന്റെ പക്കത്ത് പോയി ഇങ്ങനെ നിന്നപ്പോ ശരിയാണ്, ഒരു മയ്യത്ത് ഇങ്ങനെ വിളിച്ചു തരുന്നുണ്ട്. ഇവരതിനെ വാരിയിട്ട് മമ്പറം തങ്ങളെ മുമ്പിൽ കൊണ്ടുവന്നു നിർത്തി. മമ്പറം തങ്ങൾ പാപ്പ യാ ഹൂനൻ,
അങ്ങനെയാണ് മൂപ്പര് യാഹുവായത്. ഒരർത്ഥം അങ്ങനെയാണ്. മറ്റൊന്ന് മൂപ്പരെപ്പോഴും ഖാദിരിയ ത്വരീഖത്തിന്റെ ദിക്റാകുന്ന യാഹു എന്ന ദിക്ർ ചൊല്ലാറുണ്ടായിരുന്നു. അതെന്തായിരിക്കും അമൃതങ്ങൾ മൂപ്പരെ യാഹു എന്ന് വിളിച്ചിട്ടുള്ളത്. എന്തായാലും രണ്ടൊന്നും തന്നെ ആയിരിക്കും. എന്തായാലും വേണ്ടില്ല, മൂപ്പരും കൂടി വലിയ കമ്പനിയാണ്. വലിയ കമ്പനി എന്ന് പറഞ്ഞാൽ സമയം ദീർഘിച്ചു പോകും. പൈലേക്കൊക്കെ കടന്നാൽ കഥ പറയാനൊക്കെ ആഗ്രഹമാണ്. മമ്പർത്ത പാപ്പന്റെ അടുത്ത് ആര് വന്നാലും പറ്റിയ ആളുകളൊക്കെ യാഹുന്നങ്ങൾ പാപ്പാന്റെ അടുത്തൊക്കെ വിടും. യാഹുന്നങ്ങൾ പാപ്പ ഇങ്ങനെ മജ്ദൂബായി ഒരു ഭ്രാന്തനായി നടക്കുന്ന ആളാണ്. ചിലപ്പോൾ നിസ്കാരവും കാണാറില്ല. ഔക്കോയ മുസ്ലിയര് മമ്പറന്നങ്ങളെ മുരി തന്നെയാണല്ലോ. മൂപ്പരൊക്കെ പറഞ്ഞു, നിങ്ങൾ എന്താ നിസ്കരിച്ചാത്തത്? ആൾക്കാരൊക്കെ ആകെ സ്വീപ്പായിട്ട് ആൾക്കാരൊക്കെ ഇത് ചർച്ചാ വിഷയമാക്കുന്നുണ്ട്. നിങ്ങൾ നിസ്കരിച്ചാണിന്ന്. യാഹുന്നങ്ങൾ നിസ്കരിച്ചതാണ് നമ്മൾ സാധാരണ പറഞ്ഞ വാക്ക്. ഔക്കോയാക്കും വേണ്ടി അല്ലാഹു അക്ബർ. മൂപ്പരല്ലാത്തോടത്ത് നിസ്കരിക്കുന്നുണ്ട്. ഇത് ഔക്കോയാക്കും വേണ്ടി അല്ലാഹു അക്ബർ. ബ്രിട്ടീഷുകാർ ഒരിക്കല് മഹാനവറുകളുടെ അടുത്ത് ഇറങ്ങിയിട്ട് വലിയ ഭാണ്ഡം ഈ വളഞ്ഞ് എല്ലായ മനുഷ്യന്റെ പുറത്ത് വെച്ചു കൊടുത്തു. ഇതേറ്റ് കൊണ്ടടക്കാൻ പറഞ്ഞു. മൂപ്പരെ കൊണ്ടടന്നു. വെറുതെ ശിക്ഷിക്കാൻ നോക്കിയതാണ്. ആ ഭാണ്ഡങ്ങൾ ഒന്നാകെ യാവുന്നങ്ങൾ പാപ്പ ഇങ്ങനെ ഏറ്റിയിട്ട് ഒരു പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ടു. ഒരു നല്ലൊരു കെട്ട് $. കൊടുത്തു. ആ സമയത്ത് യാവുന്നങ്ങൾ പാപ്പ കടൽക്കങ്ങ് ഇറങ്ങിയിട്ട് ആ സമയത്ത് എന്ത് ചെയ്ത് $. ഇങ്ങനെ കടൽ കൂടിയാണ് നടന്ന് $. ഇങ്ങനെ എറിയാൻ തുടങ്ങി. അത് കണ്ട് ബല അജബായി പോയി. $. ഇങ്ങനെ എറിയുന്ന മനുഷ്യൻ, ഇങ്ങനെ മനുഷ്യൻ ഉണ്ടാവും. ദുനിയാവായിട്ട് അത്രയും ബന്ധമില്ലാന്നർത്ഥം. കൂട്ടത്തിൽ ഒരിക്കൽ ബഹുമാനപ്പെട്ടതാകുന്ന മമ്പറന്നങ്ങൾ ഉപ്പാപ്പന്റെ അടുത്ത് ഒരു അതിഥി ഒരു നല്ല കൊല പഴം അദ്ദേഹത്തിന്റെ പറമ്പിലുണ്ടായത് കാണിക്ക വെക്കാൻ വേണ്ടി മമ്പറത്ത തങ്ങൾ പാപ്പന്റെ അടുത്ത് വന്നു. മമ്പർത്ത തങ്ങൾ പാപ്പ അത് വാങ്ങി വെച്ചു. ഇയാള് വലിയൊരു കാണിക്കൊക്കെ ആയിട്ട് വന്നപ്പോ മമ്പർത്ത പാപ്പ പറഞ്ഞു, പിന്നെ പുതിയങ്ങാടി ഒന്ന് പോയി യാഹുവിന്റെ അടുത്തൊന്ന് പോയി ദ്വാരിപ്പിച്ചിട്ട് പോയി. ഞാൻ പറഞ്ഞതാന്ന് പറഞ്ഞാൽ മതി. ബർക്കത്തിന് എന്തെങ്കിലും തരാൻ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞോളാം. ആ സമയത്ത് യാഹു തങ്ങളുടെ അടുത്ത് ഇയാള് വലിയ സന്തോഷത്തിൽ പോയി. അങ്ങനെയല്ലോ, നമ്മളൊരു ആരിഫിന്റെ അടുത്ത് എന്നാ മൂപ്പര് അറിയാൻ മറ്റോടത്തൊന്ന് പോയി എന്നാ എന്തായാലും പോകൂലേ. ഇയാൾ അവിടെ ചെന്ന് ബർക്കത്തിന് വേണ്ടി അവിടുന്ന് ദ്വാരിപ്പിച്ച് മമ്പർത്ത തങ്ങളെ പറഞ്ഞയച്ചതാന്ന് പറഞ്ഞു. ആ സമയത്ത് യാഹു തങ്ങൾ പാപ്പ പറഞ്ഞു, യാഹു തങ്ങളോട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ബർക്കത്തിന് എന്തെങ്കിലും തരാൻ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട യാഹു തങ്ങൾ പാപ്പ ഇങ്ങനെ കാട്ടിയിട്ട് കണ്ട് ഒരു ആപ്പിൾ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് കൊടുക്കും, കയ്യിൽ കൊടുത്തു. ഇയാൾക്ക് വലിയ സന്തോഷായി. അദ്ദേഹത്തോട് മമ്പറം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകുമ്പോ ഇതിലെ വരണം കേട്ടോ. ഇയാള് മമ്പറത്ത തങ്ങൾ പാപ്പാന്റെ അടുത്ത് തന്നെ ചെന്ന് മമ്പറത്ത തങ്ങൾ ചോദിച്ചു, എന്താ മൂപ്പര് തന്നത്? ആപ്പിള്, ഒരു നല്ലൊരു ആപ്പിള് തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, പറ്റിച്ചല്ലോ ഫാത്തിമ, ഞമ്മള് ആ ആപ്പിള് യാവു പൊട്ടിച്ച് നോക്കിയാ എന്ന് പറഞ്ഞപ്പോ ബീവി ഫാത്തിമ പോയി നോക്കുമ്പോ മമ്പറത്തെ തങ്ങൾ പാപ്പ എവിടുന്നോ ഒരു ആപ്പിളിന്റെ തൈ കൊടുത്തിട്ട് നമ്മളെ മമ്പറത്തല്ലേ, കേരളത്തിലല്ലേ, അതൊക്കെ ഉണ്ടാവുമോ? അതിനെ കുട്ടികളെ പരിപാലിക്കുന്ന പോലെ പരിപാലിച്ചിട്ട് അവിടുത്തെ നാട്ടിലുള്ള ശുശ്രൂഷ പോലത്തതൊക്കെ ചെയ്ത് അതിൽ കോടി ആദ്യമായി കൊണ്ട് കായ്ച്ച ആപ്പിളാണ് യാവും ഞങ്ങൾ പുതിയങ്ങാടി നിന്നിട്ട് എന്താക്കുന്നത് പറിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇനി മേലാൽക്ക് ഇങ്ങനത്തെ ആൾക്കാരൊന്നും എന്റെ അടുത്തേക്ക് പറഞ്ഞേക്കരുത്. ബർക്കത്തും ചോദിച്ചിങ്ങോട്ട് വരരുത് എന്നാണ് അതിന്റെ സൂചന. മമ്പറം തങ്ങൾ പാപ്പ പറയാണ്, യാവും നമ്മൾ ആപ്പിൾ പൊട്ടിച്ചു. ഇങ്ങനൊക്കെ തന്നെയാണ് സുബ്ഹാനല്ലാഹ്, അവരെ ജീവിത രീതികളൊക്കെ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് അതുപോലെ KK പുറത്ത് സൈനുദ്ദീൻ കോയ തങ്ങൾ എന്ന് പറഞ്ഞ വലിയ മഹാനെ കാണും. ആ സൈനുദ്ദീൻ കോയ തങ്ങൾ പാപ്പയും മമ്പറം തങ്ങൾ പാപ്പനായിട്ട് വലിയ ബന്ധമാണ്. സുബ്ഹാനല്ലാഹ്, ഇവിടെ കഴിഞ്ഞ ആരിഫീങ്ങളൊക്കെയും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഞാൻ ഓർമ്മയിൽപ്പെടുത്തുന്നു, ഞാൻ നീട്ടുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് തങ്ങളുമായി നല്ല ബന്ധം വേണം. അവിടുത്തെ സ്വലാത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം. അവിടുത്തേതാകുന്ന കൂടെ അവിടുത്തെ കുറച്ച് സമയം അവിടുത്തെ മക്കാമിൽ ചെലവാക്കാൻ നമ്മൾ ശ്രമിക്കണം. സുബ്ഹാനല്ലാഹ്, അതിനൊക്കെ വലിയ പവറുണ്ട്. മഹാത്മാക്കളാകുന്ന ആളുകളെ സ്നേഹിക്കുകയും അവരെ പിൻപറ്റുകയും അവരുടെ സ്വഭാവം അനുകരിക്കുകയും ചെയ്യണം. കാരണം നമ്മൾ പാവങ്ങളാ. ഇമാം യാഫിഈ തങ്ങൾ പറഞ്ഞതുപോലെ നഹാറൂക ബത്താലുൻ വലൈലൂക നായിമു വഐശൂക യാ മിസ്കീനു ഐശുൽ ബഹായിമി. മോനെ, നിന്റെ പകല്
ദൂർത്തടിച്ച് ജീവിക്കലാണ്. നീ ഇന്നത്തെ 12 മണിക്കൂർ എങ്ങനെയാണ് ചെലവാക്കിയത് ഒന്ന് എഴുതി നോക്ക്. എന്താണ് അതിൽ താഴത്തെത്രയാണുള്ളത്? അധിക സമയവും ദൂർത്തടിച്ച് നടക്കുകയാണ്. അർദ്ധരാത്രിയായി നീ ഉറക്കിലാണ്, 12 മണിക്കൂർ ഉറക്കില. നിന്റെ ജീവിതം ഒരു മൃഗത്തിനോട് സമാനമാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, അവര് മൃഗീയ സ്വഭാവമുള്ളവരാണ്, അല്ല അതിനേക്കാളും മോശമാണെന്ന് ഖുർആൻ പറഞ്ഞെങ്കിൽ യാഫി ഇമാമും അത് തന്നെയാണ് ഉദ്ധരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയം വെറുതെ ചെലവായിക്കൂടാ. മഹാന്മാരാകുന്ന ഔലിയാക്കളുടെ ശൈലി എന്താണ്, അവരുടെ സ്വഭാവം എന്താണ്? അതാണ് ഞാൻ നേരത്തെ ഓതിയ ഹദീസ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ത്വാലിബുദ്ദുന്യാ മുഅന്നസുൻ, ദുന്യാവ് തേടിയിട്ട് ഇങ്ങനെ നടക്കുന്ന മനുഷ്യ, നീ ഒരു പെണ്ണാണ്, നീ ഒരു സ്ത്രീയാ. ത്വാലിബുൽ ആഖിറതി മുഖന്നസുൻ, ആഖിറം തേടി നടക്കുന്നവൻ ഖുൻസയാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതേ സമയത്ത് വത്വാലിബുൽ മൗലാ മുദക്കറുൻ, മൗലയാകുന്ന റബ്ബിന് വേണ്ടി ജീവിതം മുഴുവനും കഴിച്ചു കൂട്ടിയവനാരോ അവനാണ് യഥാർത്ഥ ആൺകുഞ്ഞെന്ന് സുബ്ഹാനല്ലാഹ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ആ ഒരു ശൈലിയാണ് മഹാന്മാരായ ഔലിയാക്കൾ. ഓൽക്ക് സ്വർഗവും നരകമൊന്നും വിഷയമല്ല. അബൂ ഹനീഫ ഇമാമിന്റെ കാലഘട്ടത്തിൽ ഒരു വലിയ സൂഫിയാകുന്ന മനുഷ്യൻ വന്നു. അദ്ദേഹം എന്തൊക്കെയോ കോഡ് ഭാഷ സംസാരിക്കുന്നുണ്ട്, പലർക്കും അത് തിരിയുന്നില്ല. ആ കാലഘട്ടത്തിലുള്ള ആലിമീങ്ങളൊക്കെ മൂപ്പരെ സംബന്ധിച്ച് ചിലരൊക്കെ കാഫറാണെന്ന് വരെ പറഞ്ഞു. ഇയാൾ എന്താ പറയണ്? അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ഞാൻ ഓടും. ജൂതന്മാരും നസാറാക്കളും പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. നരകത്തിന് എനിക്ക് പേടിയില്ല, സ്വർഗം എനിക്ക് വേണ്ട. ഇതൊക്കെയാണ് മൂപ്പര് കുറെ വാദങ്ങൾ. ഇത് കേട്ടപ്പോ പല ആളുകളും പല ആലിമീങ്ങളും മൂപ്പര് കാഫറാണെന്ന് വരെ വിധിച്ചുപോയി. അവസാനം ഇമാമുൽ ആദം അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളുടെ അടുത്ത് പോയി മഹാനവറുകളോട് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അത് വലിയ ഹഖായിഖിന്റെ വലിയാണ്, ഔലിയാക്കളിൽ ഉന്നതമായ സ്ഥാനമുള്ള വലിയാണ്. അപ്പൊ അതെങ്ങനെ? മൂപ്പര് പറഞ്ഞൊക്കെ ശരിയാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ഞാൻ ഓടുന്നു പറഞ്ഞത് മഴയുമ്പോ ഓടുന്നാണ്. മഴ അള്ളാന്റെ റഹ്മത്തല്ലേ, ആരെങ്കിലും നിന്നുകൊള്ളുവോ? അതിനത്തോട്ട് ഓടുന്നാ പറഞ്ഞത്. ജൂതന്മാരും നസാറാക്കളും പറഞ്ഞത് ശരിയാന്ന് പറഞ്ഞതോ? പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ലൈസത്തിൻ നസാറ അലാ ശൈ, നസാറാക്കൾ ഒരു ചെയ്യുമല്ല. വഖാലത്തിൽ യഹൂദു ലൈസത്തിൻ നസാറ അലാ ശൈ, വഖാലത്തിൻ നസാറ ലൈസത്തിൽ യഹൂദു അലാ ശൈ. ജൂതന്മാർ ഒരു വസ്തുവല്ല, ഒന്നുമല്ല. ഇത് രണ്ടും ശരിയാണ്. യൂതന്മാർ ഇവരെ പറ്റി പറഞ്ഞത് ശരിയാണ്, നസാറാക്കൾ അവരെ പറ്റി പറഞ്ഞതും ശരിയാണ്. അതാണ് മൂപ്പര് പറഞ്ഞത്. പിന്നെ മൂപ്പർക്ക് നരകം പേടില്ല എന്ന് പറഞ്ഞതോ? നരകത്തിന് എന്തിനു പേടിക്കണം? അത് അള്ളാന്റെ ഒരു മഖ്ലൂഖല്ലേ, സൃഷ്ടിയല്ലേ. നരകത്തിന് എന്തിനു പേടിക്കണം? നരകത്തിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, നമ്മളെ കൊണ്ടുപോയിട്ടാൽ ആ നരകത്തിന് നമ്മളെ കരിക്കാൻ ഒരു രോമം പോലും തൊടാൻ സ്വന്തമായി ഒരു കഴിവും നരകത്തിനില്ല, ഒരു കഴിവുമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുനാജാത്തിൽ തന്നെ കാണും. ഞാനിപ്പോ അതിലേക്ക് കടക്കുകയല്ല. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, കൈഫ ഹാലി യാ ഇലാഹി ലൈസ ലീ ഖൈറുൽ അമൽ സൂഉ അഅമാലി കസീറുൻ സാദു തആതി ഖലീൽ. അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞ ഒരു വാചകമുണ്ട്. അവിടെ നിന്ന് പറയാണ്, കുല്ലിനാരിൻ നുബിരിദിയ റബ്ബി ഫീ ഹഖി കമാ ഖുൽതഹാ യാ നാറു കൂനി അൻത ഫീ ഹഖിൽ ഖലീൽ. പടച്ചോനെ, നാളെ നീ എങ്ങാനും എന്നെ നരകത്തിൽ കൊണ്ടുപോയിട്ടാൽ ആ സമയത്ത് നരകത്തിനോട് നീ പറയണം, ഉബിരിദി, ഒന്ന് തണുത്തു കൊടുക്കുക, ഒന്ന് കൂളാക്. ഏതുപോലെ?
നീ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ ഇട്ടപ്പോ പറഞ്ഞില്ലേ, ഖുൽനായ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. അതുപോലെ എന്നെ നീ അഥവാ നരകത്തിൽ കൊണ്ടുപോയി, അവിടെ താഴ്മതന്റെ വാക്കാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നരകം പോയിട്ട് മുത്തുനബി ഖബറിൽ നിന്ന് എണീച്ചാൽ രണ്ടാമത് എണീക്കൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നാ നേരത്തെ നമ്മൾ ഓതിയത്. ഏതാണ് ആ സ്ഥാനം? പക്ഷെ താഴ്മത കൊണ്ട് പറയാണ്, അവരൊന്നും നമ്മളെ പോലല്ല, അങ്ങേയറ്റം താഴ്മതയുള്ളത് കൊണ്ട് പറയാണ്. കുൽ നബിയെ, കുൽ അല്ലാഹുവേ നീ പറയണം, കുല്ലി നാരിൻ ഉബിരിദി യാ റബ്ബി ഫീ ഹഖി കമാ ഖുൽതഹാ യാ നാറു കൂനി അൻത ഫീ ഹഖിൽ ഖലീൽ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് നമ്രൂദ് ഇട്ട സമയത്ത് നീ പറഞ്ഞതുപോലെ അല്ലാഹുവേ എന്നെ നീ നരകത്തിലിടും, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞേക്കണേ. എന്നാ നരകനൊന്നും കാണിക്കൂല. കാരണം അന്നാറു മുഹരിഖ, തീന് കരിക്കാൻ കഴിവുണ്ട്, പക്ഷെ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ടല്ലാതെ കരിക്കൂല. സിദ്ദീഖ് തങ്ങൾ ഇതെന്റെ മുഹിബ്ബാണ്, അവരൊന്നും കാണിക്കരുതെന്ന് പറഞ്ഞാൽ ആ നരകത്തിന് നല്ല കൂളാവാൻ കഴിയും. കാരണം അല്ലാഹുവാണ് അത് ചലിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഇതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. ആ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒക്കെ എത്ര താഴ്മതയോട് കൂടെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ഈ വിഷയങ്ങൾ പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ടതാകുന്ന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹത്വങ്ങളും മറ്റൊക്കെ പറയുമ്പോൾ കുറെ അങ്ങോട്ടൊക്കെ കടക്കണം. ഞാൻ അതിലേക്ക് കടക്കുകയല്ല. തീർച്ചയായും അവരുടെ കാണ്ടുകളും ഉർസുകളും ഇവിടെ നടക്കുമ്പോൾ, അവിടുത്തേതാകുന്ന മൗലിദുകളൊക്കെ നടക്കുമ്പോൾ തീർച്ചയായും അതിലൊക്കെ നമ്മൾ ഭാഗവത്താകണം. എന്നിട്ട് ഹബീബായ നബി തങ്ങളോടുള്ള സ്നേഹവും ബന്ധവും നമ്മൾ സ്ഥാപിക്കണം. അവരൊക്കെ ഈ രൂപത്തിൽ ജീവിച്ചവരാണ്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തേടിയത് യഥാർത്ഥത്തിൽ സ്വർഗമല്ലായിരുന്നു, നരകത്തിനോടുള്ള പേടിയല്ലായിരുന്നു അവർക്കുള്ളത്. അവർക്കൊക്കെ വേണ്ടത് സിട്ടാവായ പ്രപഞ്ചനാഥനായ അല്ലാഹു ജല്ല ജലാലുഹു തആലയുടെ പൊരുത്തമാണ് വേണ്ടത്. അതാണ് ആ വലിയും പറഞ്ഞത്, എനിക്ക് നരകം പേടിയൊന്നുമില്ല, സ്വർഗം വേണമെന്നില്ല. കാരണം സ്വർഗം അല്ലാഹുവിന്റെ മഖ്ലൂഖാണ്. മഖ്ലൂഖിനെ തേടുന്നത് ഉചിതമല്ല. തേടേണ്ടത് ആരെയാണ്? യഥാർത്ഥത്തിൽ മൗലയാണ്. താലിബുൽ മൗല മുദക്കറുൻ, അല്ലാഹുവിനെ തേടുകയാണ് വേണ്ടത്. അവന്റെ പൊരുത്തമാണ് ലഭിക്കേണ്ടത്. അതന്നെയാണ് ഷാദുലി ഹദറയിലുള്ളതാകുന്ന അബിയാത്തുകളിലും അവിടുത്തെ നശീദുകളിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അവര് വമാ മഖ്സൂദുഹും ജന്നാത്തു അദ്നി, ജന്നാത്തു അദ്നി അല്ല ഔലിയാക്കളാകുന്ന മഹാന്മാർക്കുള്ള ആഗ്രഹം. വലൽ ഹൂറുൽ ഹിസാനു വലൽ ഖിയാമാ, ഹൂറുലീങ്ങളായ പെണ്ണുങ്ങളെ കിട്ടണമെന്നോ അവരുടെ ടെന്റുകൾ കിട്ടണമെന്നോ അതൊന്നും അല്ല അവരുടെ ആഗ്രഹം. മറിച്ച് അവരുടേതാകുന്ന ആഗ്രഹം എന്താണ്? സിവാനളിൽ ജലീലി ഫദാമുനാഹും വഹാദാ മഖ്സിദുൽ ഖൗമിൽ കിറാമാ. ജലീലായ അല്ലാഹു തആലാനെ കാണണോ, അവന്റെ പൊരുത്തം കിട്ടണോ, അവന്റെ ലിഖായി ലഭിക്കണം. അവന്റെ ലിഖായിലായിക്കൊണ്ട് നാളെ മഹ്ശറിൽ ചെല്ലുമ്പോ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. എന്റെ മൗലയായ എന്റെ റബ്ബായ അല്ലാഹുവിനെ എനിക്കൊന്ന് കണ്ട് ആസ്വദിക്കണം. അതിനാണ് വമൻ കാന യർജു ലിഖാഅ റബ്ബി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാലിഹായ സൽക്രമങ്ങൾ ചെയ്യണമെന്ന് അല്ലാഹു ജല്ല ജലാലുഹു തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുമ്പോൾ അതിനു വേണ്ടിയാണ് അവരൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർ വലിയ സ്ഥാനത്തെത്തി, അവര് പന്തലിച്ചു പോയി. 10,000-കണക്കിന് ജനങ്ങളുടെ നിത്യവുമുള്ള ഫാത്തിഹയും യാസീനും ഖത്മുകളും അവർ ഏറ്റുവാങ്ങിക്കൊണ്ട് അവരതാ സുന്ദരമായി അവരെ ഖബർ ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. സുബ്ഹാനല്ലാഹ്, ആ മഹാത്മാക്കളുടെ ഒരു തണലും നിഴലും നമുക്ക് വേണം, അവരെ പൊരുത്തം നമുക്ക് വേണം. അവരെ സഞ്ചരിച്ച വഴിയിലൂടെ പിൻപറ്റി ജീവിക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴേ നമുക്ക് വിജയിക്കൂ എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അതിനുള്ള ശ്രമങ്ങളാകണം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും. അതിനാണ് നമ്മൾ ഇവിടെയും ഒരുമിച്ച് കൂടിയത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മൗലിദിൽ കൂടിയത്. അവരോടുള്ള മഹബ്ബത്തിന് വേണ്ടിയാണ്. അവരെ സ്നേഹിക്കൽ നിർബന്ധമാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ് നേരത്തെ ഓതിയത്. ഇങ്ങനെ അല്ലാഹുവിന്റെ ഔലിയാക്കളാകുന്ന മഹാന്മാരെ മുഴുവനും നമ്മൾ സ്നേഹിക്കണം. ബഹുമാനപ്പെട്ട ഹുസൈൻ ബിൻ അലി
റളിയല്ലാഹു അൻഹു കർബലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. മഹാനവർകൾ ഷഹീദായത് മുഹറം 10-നാണ്. സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങൾക്ക് വലിയ സ്നേഹമുള്ള അവിടുത്തെ പ്രിയപ്പെട്ട പേരക്കുഞ്ഞാണ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. ആ മഹാനവർകളുടെ ആണ്ട് നടക്കുന്നത് ഈ 10-നാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി മഹാന്മാർ മുഹമ്മദ് ഖാസിം വലിയുല്ലാഹിൽ കവരത്തി നമ്മുടെ ഭാര്യമാരും അതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ള സ്ത്രീകളും ഒക്കെ പ്രസവമായി കഴിഞ്ഞാൽ ഓതുന്ന യാസീൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഖാസിം വലിയുല്ലാഹിക്ക് വേണ്ടി ഓതാറുണ്ട്. കാരണം ഗർഭിണികൾക്ക് വളരെ പ്രത്യേകതയുള്ള സ്ഥലമാണ്. സുഖപ്രസവമാകാൻ പറ്റിയ നല്ല ഒരു സ്ഥലമാണ്. അങ്ങനെ തുടങ്ങിയിട്ട് മുഹമ്മദ് ഖാസിം വലിയുല്ലാഹി കവരത്തി തങ്ങളോട് നമുക്ക് ബന്ധമുണ്ട്. ആ മഹാത്മാക്കൾ മുഴുവനും വഫാത്തായ വലിയ മഹത്തായ മാസമാണ് മുഹറം എന്ന് പറയുന്നത്. ഈ മാസത്തിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഈ മാസത്തിൽ നമ്മെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അത്രമാത്രം നല്ല നല്ല കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കണം. ഈ വർഷം നമുക്കൊരു ബറക്കത്തുള്ളതാകുന്ന വർഷമാകണം. ഇത് കഴിഞ്ഞു പോയ വർഷങ്ങളെ പോലെ ആയിക്കൂടാ. എൻ്റെ ജീവിതത്തിന് എന്തെന്നില്ലാത്ത ഒരു മാറ്റം ഇനിയുള്ള വർഷങ്ങളിൽ എനിക്ക് ലഭിക്കണം എന്ന ആ ചിന്തയോടെ നാളെയും മറ്റന്നാളും ഒക്കെ വരുന്ന ദിവസങ്ങൾ പകൽ നോമ്പനുഷ്ഠിക്കുകയും അർദ്ധരാത്രിയിൽ നന്നായി തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് റബ്ബിലേക്ക് കൈമലർത്തിയിട്ട് പൊട്ടി പൊട്ടി കരയാനുള്ള ശ്രമങ്ങളും സമയങ്ങളും നമുക്കുണ്ടാകണമെന്ന് ഈ സമയത്ത് ഓർമ്മയിൽപ്പെടുത്തി നിർത്തുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി നമുക്ക് മുന്നേറി റബ്ബിന്റെ സ്വർഗത്തിൽ സ്വർഗീയ അവന്റെ റഹ്മത്തിന്റെ ദാറായ ആ പരിശുദ്ധമായ വീട്ടിലേക്ക് ഈ മഹാത്മാക്കളുടെ കൂടെ നമുക്ക് ചെല്ലാൻ കഴിയണം. അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് മാത്രം എൻ്റെ സ്വന്തം നഫ്സിനോട്, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, പ്രിയപ്പെട്ട സഹോദരിമാരോട് നാം അതിനു വേണ്ടി ശ്രമിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മയിൽപ്പെടുത്തി നിർത്തുന്നു. റഹ്മുർ-റഹീമിനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റബ്ബേ, ഞങ്ങളെ ഒരുമിച്ച് കൂടിയത് നിന്റെ പൊരുത്തത്തിലായി നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇതിന്റെ ഒക്കെ മിസ്ലു സവാബ് ഈ പറയപ്പെട്ട മഹാന്മാരിലേക്കൊക്കെ നീ എത്തിക്കണം റഹ്മാനെ. അവരൊക്കെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നിന്റെ മുഹിബ്ബീങ്ങളിൽ സാധുക്കളാകുന്ന ഞങ്ങളെയും ഞങ്ങളുടെ മുഴുവൻ മുഹിബ്ബുകളെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. മരണപ്പെട്ട പലരും അവരെ ഖബറൊക്കെ നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം. ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.